और मिट जाएंगे बन जाएंगे नए काफिले। ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഞങ്ങളുടെ ജമ്മു ആൻഡ് കാശ്മീർ യാത്രയാട്ടോ ഇനി ഒരു 3-4 വീഡിയോസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറേ നാളായിട്ട് കരുതിയിരുന്ന ഒരു ട്രിപ്പാണ് ജമ്മു കാശ്മീർ പോകണം. എന്തായാലും ഞങ്ങളിവിടെ പഞ്ചാബിലുണ്ട്, അപ്പോൾ പിന്നെ വലിയ അടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, 12-13 hours ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടാണ് ശ്രീനഗറിലേക്ക് പോകുന്നത്. ആ സ്റ്റേയിലേക്ക് പോകുന്ന ഒരു ചെറിയ ഒരു റൂട്ടാട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ വലിയ ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നുമല്ല, എല്ലാം ഡ്രൈ ആയിരുന്നു. ഡ്രൈ മൗണ്ടെയ്ൻസ് ആയിരുന്നു ചുറ്റിലും ഉണ്ടായിരുന്നത്. പക്ഷെ അത് തന്നെ കാണാനൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കയറുകയാണ്. അല്ല, 1-2 കൂടെ. നീ പഠിച്ചോ ബനോബ നോ? കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ, പോലീസിന് കൊടുക്കാനാണ്. ഇല്ല എനിക്കില്ല പങ്കില്ല. കഞ്ചാവളിയൻ എന്റെ കഞ്ചാവളിയനാണത്. കഞ്ചാവളിയൻ എനിക്ക് സപ്ലൈ ചെയ്ത് അയച്ചിട്ടാ. വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട് അവലും പഴവും കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഇവിടെ വഴികളിലൊന്നും അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ റെസ്റ്റോറൻറ്റ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവലും പഴവും എടുത്തത് കൊണ്ട് ഞങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിച്ച് യാത്ര തുടങ്ങി. മഞ്ഞുമല ഇല്ലല്ലോ നോക്കാം, ഞാൻ എടുക്കാതെ എടുത്ത് നന്നായി. നമ്മുടെ സൈഡിലേക്ക് ആ സൈഡ് അതിന്റെ മല ഡ്രൈ മല ഡ്രൈ മല. ബാക്ക് ഒരു മല, ഫ്രണ്ടിൽ ഒരു മല, ഇപ്പുറത്ത് വേറൊരു മല. നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു പിക്ചർ പോയിന്ന്. മഞ്ഞുമല അല്ല, മഞ്ഞുമലയുടെ കാര്യം പറഞ്ഞപ്പം നിങ്ങൾ കരുതരുത് ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിച്ചാണ് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോകുന്നതെന്ന്. ഒട്ടുമല്ല, മഞ്ഞ് കണ്ടാൽ ദൈവാനുഗ്രഹം എന്നായിരുന്നു ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്നത്. കാരണം ഇപ്പം മഞ്ഞിൻ്റെ സീസൺ അല്ലല്ലോ, വിൻ്റർ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കാത്തിരുന്നത് വേറെ ഒരു സംഭവമായിരുന്നു. വരും വീഡിയോകൾ കാണാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ നാട്ടുകാരെ വിശേഷിക്കുന്നത് എല്ലാവരും സ്നേഹത്തോടെ ബ്രോ റോഡ് വൈഡനിങ് വർക്ക് ഇൻ പ്രോഗ്രസ് സ്നേഹത്തോടെ പറഞ്ഞറിയിക്കുന്നുണ്ട്. നോക്കിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ചെറിയ ടണൽ എത്തി കേട്ടോ. ഞാൻ കരുതി ചുമ്മാ വീഡിയോ പിടിക്കാം. ഇനി അങ്ങോട്ട് വലിയ വലിയ ടണൽസാണ് ഉള്ളത്. 6, 7, 8, 10 മിനിറ്റൊക്കെയുള്ള ടണലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു ഇത്രയും മലകൾക്കിടയിലൂടെ തുരന്നവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. വഴികൾ, ശ്രീനഗറിലേക്കുള്ള വഴികൾ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു കേട്ടോ. പല സ്ഥലത്തും പണികൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് പോയ സമയത്ത് ട്രക്കുകളുടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് അത് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് യാത്ര മുന്നോട്ട് തുടർന്നു.
ഇങ്ങനെ വേണം. നമ്മുടെ നാട്ടിൽ ഇനി ഇതേപോലെ ബോർഡ് വെക്കണം. ബ്രോ പോയി ടുഡേ ഇങ്ങനെ വേണം നാട്ടിൽ. ഇവിടെ എല്ലാരും ബ്രോ പറഞ്ഞാ സംസാരിക്കാറുള്ളത്. കണ്ടോ, കശ്മീരിന്റെ ഒരു പ്രത്യേകതയാണ്. ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ്. അടുത്ത ബോർഡ് കണ്ടോ, ബ്രോ വില്ലേജ് റൗണ്ട് ഡോമൽ ഡ്രൈവ് സ്ലോ എല്ലാം ബ്രോയുടെ തന്നെ പറയുന്നത്. ഇതൊരു ആർമി ബേസ് വെച്ചേക്കോന്ന് ഇവിടെ. എങ്ങനെ കണ്ടോ ആർമി ബേസിന്റെ അവിടെ ഗേറ്റ് അവിടെ. ഓ ഇതാ ഗേറ്റ്. നിങ്ങൾക്ക് ആർമി ബേസിന്റെ ഗേറ്റ് എത്തി. നമുക്ക് ആർമി ബേസിന്റെ ഹോള് ടവർ. ക്യാമറ ഫുള്ള് ബ്ലറി ആണ്. ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഒരു നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷൻ തന്നെ ആയിരുന്നു കേട്ടോ. ജോശാൻ ഇവിടെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ റേഞ്ച് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രീപെയ്ഡ് സിം വർക്ക് ആവത്തില്ലല്ലോ, പോസ്റ്റ് പെയ്ഡ് അല്ലേ വർക്ക് ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ജോശാൻ്റെ ഒരു ജൂനിയറിൻ്റെ സിം എടുത്തിട്ടാണ് ഈ ഒരു വീക്ക് ഞങ്ങൾ യാത്ര ചെയ്തത്. ജോശാൻ്റെ സിമ്മിൽ നിന്ന് ഇടയ്ക്ക് നെറ്റ് ഞാൻ പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ആണ് ഞങ്ങൾ ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളിവിടെ തന്നെ ഫുഡും ഡിന്നറും ഒക്കെ ഇവിടെ തന്നെ പറഞ്ഞ് ഇവിടെ തന്നെ കഴിക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളൊന്ന് കറങ്ങിയപ്പം ഈ ഏരിയയിലൊന്നും എനിക്കൊന്ന് ചിക്കൻ്റെ ഒന്നും ഒരു കട പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ മെസ്സിൽ നിന്ന് തന്നെ ഞങ്ങൾ കഴിക്കുക കേട്ടോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നോ എടുക്കുന്ന ചെറിയ ക്ലിപ്സ് നിങ്ങൾക്ക് കാണാം, വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഇനിയും അങ്ങോട്ടും ഉണ്ട് നോ എടുക്കുന്ന ചെറിയ വീഡിയോ. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു രസമല്ലേ അവരെടുത്തേക്കുന്ന വീഡിയോ ഒക്കെ കാണാൻ. പിന്നെ ഇത് നമ്മുടെ ഉദംപൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. മഞ്ഞുള്ള സമയമാണെങ്കിൽ മഞ്ഞുമലകളായിരിക്കും മൊത്തം. എനിക്ക് ജോശാൻ ഇവിടുന്ന് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ചൂടാണ് അവിടെ. അവർ പറഞ്ഞു ഈ വർഷം നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇനി അങ്ങോട്ട് ബാക്കി വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു. നോക്കില്ല എന്താ ചെയ്യുന്നേ. വീഡിയോ എടുക്കുവാന്നേ. ക്യാമറ പിടിക്കരുത്. ഹലോ oh a video. Okay, and look at this place, so fancy and fancy. Look, everything is fancy here. Look from this and not sleeping. Huh? നല്ലൊരു വെക്കേഷൻ സ്റ്റേ നമുക്ക് ശ്രീനഗർ പോകുമ്പോൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിലൊരു 3 മണിക്കൂർ ഉച്ചയായിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഉറങ്ങി വിശ്രമിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഞങ്ങൾ റെസ്റ്റ് പീരീഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഖകരമായ ബാക്ക് മസാജ് കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ഇരിച്ചു പോയിട്ട് നോക്കട്ടാ.